Hello, good morning. Good morning, ma'am. Okay. Good morning once again. ഒന്നുകൊണ്ടിരിക്കണുള്ളൂ ആൾക്കാരൊക്കെ നോക്കിയായിരുന്നോ ഓഡിറ്റിങ്ങിന്റെ ചാപ്റ്റർ? വീട്ടിലിരുന്ന് നന്നായിട്ട് വായിച്ചു നോക്കിയോ? ഓക്കെയാ? ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കിയിലേക്ക് പോകാം. കുറച്ചും കൂടി ഉള്ളൂ, 2 പേജ്. ഒരു പേജിൽ ഡയഗ്രാം ആണ്, ബാക്കി 2 പേജും കൂടി ഉള്ളൂ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. അപ്പൊ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചാപ്റ്റർ കൂടി തീർന്നു. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ലാസ്റ്റ് ഭാഗങ്ങളിലേക്കാണ് എത്തിയത്. മാത്രമല്ല എന്താ പറയാ, ഇന്നത്തോട് അല്ലെങ്കിൽ 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഒരു വിശ്വാസം. ബൈ ദ എൻഡ് ഓഫ് ദിസ് വീക്ക് നമുക്ക് പോർഷൻസ് കവർ ചെയ്ത് തീർക്കാൻ പറ്റുമായിരിക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾ കൂടി ഒന്ന് സഹകരിച്ചാൽ, മറ്റ് ടീച്ചേഴ്സിന്റെ 2 പേര് എടുത്തോണ്ടിരിക്കുന്നുണ്ടല്ലോ, അവരുടെ ചാപ്റ്റേഴ്സും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീരായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു, ക്രിസ്മസിന് മുമ്പൊക്കെ എക്സാം ഒക്കെ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് ഫ്രീ ആകാം. അല്ലെങ്കിൽ ആ ടെൻഷനും ഈ ടെൻഷനും ഒക്കെ കൂടി വെറുതെ നമ്മളെടുത്ത് തലയിൽ വെക്കേണ്ടി വരും. എന്തായാലും 3rd and 4th മൊഡ്യൂൾ മാത്രമല്ലേ എക്സാം ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾക്കൊരു ടെസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ എക്സാംസിലേക്കുള്ള. ഫൈനൽ എക്സാം നിങ്ങൾക്ക് ലാസ്റ്റ് ആണ്. അത് 1, 2, 3, 4 മൊഡ്യൂളുകൾ സെപ്പറേറ്റഡ് ആയിട്ടാണ് നിങ്ങൾക്കുള്ള എക്സാം. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താ പറയാ, ഒരു എക്സ്പീരിയൻസ് കൂടി ആകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം തന്നേക്കണേ. അപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ആരൊക്കെ ചോദിച്ചിരുന്നു, 1st, 2nd, 3rd, 4th മൊഡ്യൂളുകൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ ഒന്ന് എടുത്ത് തരുമോന്ന് സെൻഡ് ചെയ്തിരുന്നോ ഗ്രൂപ്പിലേക്ക്? ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് കിട്ടിയോ? കിട്ടി. ഓക്കെ. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും ലാസ്റ്റത്തെ എക്സാം. ഇപ്പൊ നമ്മുടെ 3rd and 4th മൊഡ്യൂളുകളിലെ ചാപ്റ്റേഴ്സ് നിങ്ങൾ അവിടെ നോക്കുക. അവിടെ നോക്കി നിങ്ങളുടെ PDF-കളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. ഓക്കെ അല്ലേ എല്ലാവരും? യെസ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മുടെ സ്റ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ, ഏതൊക്കെ സ്റ്റേജുകളിലൂടെയാണ് ഓഡിറ്റിംഗ് നടക്കുന്നത്, ക്ലിനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ലിനിക്കൽ തലത്തിൽ നടക്കുന്ന കാര്യങ്ങളെയൊക്കെ അസസ് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓഡിറ്റിംഗ് നടക്കുന്നതിന്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ സ്റ്റേജസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറയാനായിട്ട് തുടങ്ങിയത്. പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്, സെലക്ടിംഗ് ക്രൈറ്റീരിയ, മെഷറിംഗ് പെർഫോമൻസ്, മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്, സസ്റ്റെയിനിങ് ഇംപ്രൂവ്മെന്റ് ആൻഡ് റീ ഓഡിറ്റ് എന്ന് പറയുന്ന 6 സ്റ്റേജസ് ആയിട്ടാണ് ക്ലിനിക്കൽ ഓഡിറ്റ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതില് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒന്നാമത് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ് ആണ്. ഓഡിറ്റിന് വേണ്ടി തയ്യാറെടുക്കലാണ്. അതിനകത്ത് എന്തൊക്കെ പെടുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ്, അങ്ങനെ പഠിച്ചാൽ മതി നിങ്ങൾ. ആ പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആദ്യം തന്നെ ആർക്കാണോ ഈ എന്താ പറയാ നമ്മുടെ ഈ ഒരു ഓഡിറ്റിങ്ങിന്റെ ആവശ്യകത, എന്തിനെ സംബന്ധിക്കുന്ന ഓഡിറ്റ് ആണ്, അത് യൂസറിന്റെ ഇൻഫർമേഷൻ ആണ്. യൂസേഴ്സിന്റെ ഇൻഫർമേഷൻ നമുക്കറിയണം. ഏത് രീതിയിലുള്ള ഓഡിറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഏത് കാര്യങ്ങളിലുള്ള ഇവാലുവേഷൻ അല്ലെങ്കിൽ അസസ്മെന്റ് ആണ് നടത്തേണ്ടത് എന്നുള്ളത് ആദ്യം തന്നെ അറിയണം. അതിനുശേഷം നമുക്കൊരു ടോപ്പിക് അതിനുവേണ്ടി സെലക്ട് ചെയ്യണം. പിന്നെ ആ ഓഡിറ്റിന് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് ബാക്കിയുള്ള ഫോർവേഡിങ് ചെയ്യുക. പിന്നെ ഡിഫൈനിങ് ദ പർപ്പസ്, ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണെന്നൊക്കെ ഇതെല്ലാം നേരത്തെ കൂട്ടി പ്രിപ്പയർ ചെയ്ത് വെക്കണം. എന്നിട്ട് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഘട്ടത്തിലേക്കൊക്കെ എത്തുന്നതിന്
ഏറ്റവും അവസാനമൊക്കെയാണ് നമ്മൾ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സംഭവം നടത്തുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാ പ്രിപ്പറേഷൻസും പ്ലാനിങ്ങുകളും ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നടക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? യൂസേഴ്സിന്റെ ഇൻഫോർമേഷൻ, സെലക്ടിങ് ടോപ്പിക്, പ്രയോറിറ്റൈസ് ഓഡിറ്റ്, ഡിഫൈനിങ് ദ പർപ്പസ് ആൻഡ് ഓൾസോ പ്ലാനിങ് ഓഡിറ്റ്, ഓഡിറ്റിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, 5 കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് സ്റ്റേജിൽ 1ാം ഘട്ടത്തിൽ നടക്കുന്നത്. പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ് എന്ന് പറയുന്ന ഘട്ടത്തിൽ നടക്കുന്നത് ഏതൊക്കെയാണ്? യൂസേഴ്സ് ഇൻഫോർമേഷൻ, സെലക്ടിങ് ടോപ്പിക് ആൻഡ് ഓൾസോ പ്രയോറിറ്റൈസ് ഓഡിറ്റ്, പ്ലാനിങ് ഓഡിറ്റ്, ഡിഫൈനിങ് ദ പർപ്പസ്. ഇതെല്ലാം അതിനകത്ത് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ 1ാമത്തെ സ്റ്റേജ് ആയ പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ തന്നിരിക്കുന്ന 3 ഡയഗ്രാംസ് ഇമ്പോർട്ടന്റ് തന്നെയാണ്. 1ാമത്തെ ഡയഗ്രാം മനസ്സിലായല്ലോ? അത് അങ്ങനെ തന്നെ ചോദിക്കുള്ളൂ. ഏതൊക്കെയാണ് അതിനകത്ത് വരുന്ന പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, ആ ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്, അല്ലെങ്കിൽ പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റിൽ വരാത്ത കാര്യം ഏതാണ് ഈ തന്നിരിക്കുന്നതിൽ എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചോദ്യം വരിക. അടുത്തത് സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ ആണ്, ഒരു മാനദണ്ഡം തിരഞ്ഞെടുക്കലാണ്. അപ്പൊ ആ മാനദണ്ഡത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓഡിറ്റിംഗ് നടത്താൻ പോകുന്നത്, പിന്നെ അതിന്റെ സോഴ്സ്, എവിഡൻസ്, നമുക്ക് എന്താ പറയാ, തെളിവുകളുടെ സോഴ്സ് എവിടത്തൊക്കെയാണ്. ഈ അസസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മറ്റൊരു കാര്യവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, അസസ്മെന്റ് അല്ലെങ്കിൽ ഇവാലുവേഷൻ നടത്തുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ആ മാനദണ്ഡം നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി വെച്ചു. അതിനുശേഷം അതിന് ഉള്ള എവിഡൻസുകൾ നമ്മൾ കളക്ട് ചെയ്യണം. അപ്പം ചില കാര്യങ്ങൾ, ചില റെക്കോർഡുകളായിരിക്കാം, ചിലപ്പോൾ ചില പ്ലേസുകളായിരിക്കാം, ചില ഡോക്യുമെന്റുകളൊക്കെ ആയിരിക്കാം. അപ്പൊ നമ്മൾ അതൊക്കെ ചെക്ക് ചെയ്ത് എവിഡൻസുകളായിട്ട് നോക്കിയിട്ട് വേണം നമുക്ക് ഓഡിറ്റിംഗ് നടത്താനായിട്ട്. ഇനി അപ്രൈസിങ് ദ എവിഡൻസ്, ആ എവിഡൻസ് എത്രത്തോളം ഉണ്ടോ അത് നമ്മൾ അതിനെ മനസ്സിലാക്കുക, വിലയിരുത്തുക എന്നുള്ളതാണ്. എവിഡൻസുമായിട്ട് ഒത്തുനോക്കി അതിനെ വിലയിരുത്തുക എന്നുള്ളതൊക്കെ സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ എന്ന് പറയുന്ന സെക്കൻഡ് സ്റ്റേജിൽ വരുന്നതാണ്. സെക്കൻഡ് സ്റ്റേജ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ എന്ന് പറയുന്ന സ്റ്റേജിൽ താഴെ പറയുന്നതിൽ ഏതൊക്കെയാ വരാത്തത് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ സെക്കൻഡ് ഡയഗ്രാമും അങ്ങനെ തന്നെയാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഡിഫൈനിങ് ക്രൈറ്റീരിയ, സോഴ്സ് ഓഫ് എവിഡൻസ് ആൻഡ് അപ്രൈസിംഗ് ഓഫ് ദ എവിഡൻസ്, എവിഡൻസ് വിലയിരുത്തുക എന്നുള്ളത്. അതൊരു ഫ്ലോ പോലെ പോയിട്ടുണ്ട്, ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിങ്ങനെ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ വരും. ക്രൈറ്റീരിയ ഡിഫൈൻ ചെയ്യണം, അതിന്റെ സോഴ്സ് അന്വേഷിക്കണം, അതുപോലെ തന്നെ എവിഡൻസ് എന്താണെന്ന് വെച്ചാൽ അത് വിലയിരുത്തണം. അത് ചിലപ്പോൾ വിലയിരുത്തിയിട്ട് വീണ്ടും നമ്മൾ ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടോ എന്ന് അസസ് ചെയ്യാൻ വേണ്ടി അത് കംപ്ലീറ്റ് ആകുന്നത് വരെ പ്രോസസ് വിൽ ഗോ ഓൺ, അല്ലെ, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ആരോ മാർക്ക് പോലെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ ഏതൊക്കെയാണ്? ഡിഫൈനിങ് ക്രൈറ്റീരിയ, സോഴ്സ് ഓഫ് എവിഡൻസ് ആൻഡ് ഓൾസോ അപ്രൈസിംഗ് ദ എവിഡൻസ്. ക്ലിയർ ആണല്ലോ? 2ാമത്തെ സ്റ്റേജ് മനസ്സിലായോ? അത് ഓരോ സ്റ്റേജസിലും വരുന്നത് അവിടെ പഠിക്കുക. അതിൽ ആദ്യത്തെ 3 സ്റ്റേജസ് തന്നിരിക്കുന്നത് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആയിട്ടാണ്, ഒരു ഫ്ലോ ചാർട്ട് പോലെയൊക്കെയാണ് തന്നിരിക്കുന്നത്. ബാക്കിയത്തെ 3 പോയിന്റുകളായിട്ട് എഴുതിയിരിക്കുന്നു. അത് ആ രീതിയിൽ എഴുതുന്നു മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് അടുത്തത് എന്താ? ഇതെല്ലാം കഴിഞ്ഞു. അപ്പൊ പ്രിപ്പയർ ചെയ്തു നമ്മൾ ഓഡിറ്റിന് വേണ്ടി. ആ ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ നമ്മൾ തിരഞ്ഞെടുത്തു. ഇതിനുശേഷം മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ് ആണ്, എത്രത്തോളം പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. ആ പെർഫോമൻസിന്റെ ലെവൽ പരിശോധിക്കലാണ് 3ാമത്തെ ഘട്ടം. മനസ്സിലായോ? 3ാമത്തെ ഘട്ടത്തിൽ നമ്മൾ ലെവൽ ഓഫ് പെർഫോമൻസ് എന്താ പറയാ ഇവാലുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ദേ ഹാവ് ടു പ്ലാൻ ദ കളക്ഷൻ ഓഫ് ഡാറ്റ. അതിനെ കുറിച്ചിട്ട് ഡാറ്റ എവിടെ നിന്ന് കളക്ട് ചെയ്യും? അതായത് ലെവൽ ഓഫ് പെർഫോമൻസ് നോക്കണമെങ്കിൽ ഡാറ്റാസ് കളക്ട് ചെയ്യണം. ഇന്ന് ഓരോരുത്തരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കണമെങ്കിൽ അതിനുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യണം. അപ്പൊ ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ചെയ്യുക. ഇനി ആ ഡാറ്റയെ ഹാൻഡിൽ ചെയ്യുക, ഹാൻഡിലിംഗ് ഓഫ് ഡാറ്റ. പിന്നെ അതിനകത്ത് എന്തുകൂടി നടക്കുന്നുണ്ട്? മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ, ഏത് രീതിയിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ആ മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസിൽ ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ആ സ്റ്റേജിൽ നടക്കുന്നത്. ഏതൊക്കെയാണ്? പ്ലാനിങ്, ഡാറ്റ കളക്ഷൻ, ഡാറ്റ കളക്ഷനെ കുറിച്ചുള്ള പ്ലാൻ തയ്യാറാക്കുക, മെത്തേഡ്, ഏത് മെത്തേഡിലൂടെ ഡാറ്റ കളക്ട് ചെയ്യണമെന്ന് നോക്കുക, ഹാൻഡിലിംഗ് ദ ഡാറ്റ. ഇത് രണ്ടും അതിനകത്ത് വരുന്നത്. ഇത് പ്ലാനിങ്, ഡാറ്റ കളക്ഷൻ. പ്ലാനിങ്, ഡാറ്റ കളക്ഷനകത്ത് വരുന്ന 2 കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ആരമാർക്ക് ഇങ്ങനെ പോയിരിക്കുന്നത്. അതായത് പ്ലാനിങ്, ഡാറ്റ കളക്ഷൻ, ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക. അതിൽ ഈ 2 കാര്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഒന്ന് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ, എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യണം, ആൻഡ് ദേ ഹാവ് ടു ഹാൻഡിൽ ദ ഡാറ്റ, ഡാറ്റ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ഈ 2 കാര്യങ്ങളാണ് ഇതിനകത്ത് 3rd സ്റ്റേജ് ആയ മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങൾ, 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്, സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ ആൻഡ് മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ്, ഈ 3 കാര്യങ്ങളും അതിനകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഡയഗ്രമാറ്റിക് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 3 സ്റ്റേജസ്. ക്ലിയർ ആയോ? മനസ്സിലായോ? എന്താണ്?
അങ്ങനെ തന്നെ പഠിക്കണം. ആ ചാർട്ടുകൾ അല്ലെങ്കിൽ ഡയഗ്രാംസ് നിങ്ങൾ അവിടെ NB എന്നിട, വെരി ഇമ്പോർട്ടന്റ് ആണ്. അത് അങ്ങനെ ഫ്ലോ ചാർട്ട് ആയിട്ടൊന്നും ആയിരിക്കില്ല ചോദിക്കുക. അതിനകത്ത് വരുന്നത് ഏതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പഠിക്കാനുള്ളതാണ് NB എന്നിടുക കേട്ടോ. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? നാലാമത്തെ സ്റ്റേജ് എന്തായിരുന്നു? മേക്കിംഗ് ഇംപ്രൂവ്മെന്റുകൾ ഉണ്ടാക്കുക എന്നാണ്. എങ്ങനെ ഇംപ്രൂവ്മെന്റ് വരുത്തുന്നത്? ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ട ആവശ്യം വരിക? That means there are some faults in particular areas. ചില കാര്യങ്ങളിൽ എന്തുണ്ടായിരിക്കും? ചിലപ്പോ ചില പാകപ്പിഴകള് അല്ലെങ്കിൽ ചില മെച്ചപ്പെടുത്തലുകൾ ആവശ്യമുള്ളത്, അതായത് നമ്മൾ വേണ്ടത്ര സ്റ്റാൻഡേർഡിലേക്ക് എത്താത്ത ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ആ സ്റ്റാൻഡേർഡിന്റെ അവിടെ വരെ എത്താത്തത് കൊണ്ടായിരിക്കാം they need some improvements. അവർക്ക് മെച്ചപ്പെടുത്തലിന്റെ ആവശ്യങ്ങൾ വരിക. അപ്പൊ മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളാണ് സ്റ്റേജ് 4 വരിക. ഐഡന്റിഫൈ ദ ബാരിയേഴ്സ്. എന്താ പറയാ, അത്തരം കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഏത് മേഖലകളിലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റില് ഏതെങ്കിലും തരത്തിലുള്ള ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവരണമെങ്കിൽ അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ, ആ ഇംപ്രൂവ്മെന്റിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ഉണ്ടാവും. ആ തടസ്സം നിൽക്കുന്ന കാര്യങ്ങളുടെ എന്ത് ചെയ്യണം? തടസ്സം എന്താണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണം. ഐഡന്റിഫൈ ദ ബാരിയേഴ്സ്. ആ ബാരിയേഴ്സ് എന്ന് പറയുന്നത് ഫിയർ ആകാം, ചില കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഭയം, ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കലിന്റെ കുറവുകൾ കൊണ്ടാകാം. ലോ മൊറൈൽ, അതായത് മൊറൈൽ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ മെന്റൽ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. എംപ്ലോയി മൊറൈൽ എന്നൊക്കെ നമ്മൾ നേരത്തെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു ഇൻതൂസിയാസ്റ്റിക് പെർഫോമൻസ് ഓരോ എംപ്ലോയീസും അവരുടെ ഉള്ളിൽ നിന്ന് കൊണ്ടുവരേണ്ടതാണ്. അങ്ങനെ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. പിന്നെ പുവർ കമ്മ്യൂണിക്കേഷൻ, വ്യക്തമായ രീതിയിൽ ആളുകളെ എംപ്ലോയീസിലേക്ക് മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം. ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ബാരിയേഴ്സ് ഉണ്ടെങ്കിൽ ആ ബാരിയറുകൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യേണ്ടി വരുന്നത്? മെച്ചപ്പെടുത്തേണ്ടി വരുന്നത്. കാരണം ആ മേഖലകൾ അങ്ങനെ ചിലപ്പോ സ്റ്റാൻഡേർഡിന്റെ ബിലോ പോകാനുണ്ടായിരുന്ന കാരണങ്ങൾ ഈ പറയുന്ന കാരണങ്ങളാകാം. ഏതൊക്കെയാകാം? ഫിയർ ആകാം, ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആവാം, ലോ മൊറൈൽ ആകാം, പുവർ കമ്മ്യൂണിക്കേഷൻ ആകാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ പ്രത്യേകം ഏതെങ്കിലും ഒരു മേഖല വളരെ സ്റ്റാൻഡേർഡിൽ നിന്ന് ഒത്തിരി താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ they have to identify that barriers. ആ ബാരിയേഴ്സ്, ആ തടസ്സങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. ആൻഡ് ദെൻ ആ തടസ്സം മനസ്സിലാക്കിയിട്ട് ഇവിടെ ഇരുന്നാൽ മതിയോ? അസസ്മെന്റ് ആയോ? ഇല്ല, അസസ് ചെയ്തു നമ്മൾ. ഇത്രത്തോളം തടസ്സങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള മേഖലകൾ അല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റ് വളരെ താഴെ പോയിരിക്കുകയാണ്. സോ വി ഹാവ് ടു മേക്ക് സം ഇംപ്രൂവ്മെന്റ്. അവിടെ നമുക്ക് മെച്ചപ്പെടുത്തണം. ആ മെച്ചപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? they have to change the barriers or remove the barriers. ആ ബാരിയേഴ്സ് റിമൂവ് ചെയ്യണം. അവിടെയുള്ള തടസ്സങ്ങളെ മാറ്റണം. ഈ പറയുന്ന പേടിയോ അല്ലെങ്കിൽ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങോ പുവർ മൊറൈലോ ലോ മൊറൈലോ ഒക്കെ ഉണ്ടെങ്കിൽ, പുവർ കമ്മ്യൂണിക്കേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അത്തരം തടസ്സങ്ങളെ നമ്മൾ ഇല്ലാതാക്കണം, റിമൂവ് ചെയ്യണം. ആ റിമൂവിങ് ആണ് എന്തെന്ന് വിളിക്കാം? മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്. നാലാമത്തെ സ്റ്റേജില് മേക്ക് ഇംപ്രൂവ്മെന്റ് ആണ്, മേക്കിംഗ് ഇംപ്രൂവ്മെന്റ് ആണ്. ആ മേക്കിംഗ് ഇംപ്രൂവ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ they have to identify the barriers. മുമ്പിലുള്ള തടസ്സങ്ങൾ, എന്തുകൊണ്ട് ആ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ പല രീതിയിലും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് മെച്ചപ്പെടുത്തലുകൾ ചെയ്യാൻ പറ്റുള്ളൂ. ആ മെച്ചപ്പെടുത്തണമെങ്കിൽ we have to remove different types of barriers. അതിന് തടസ്സമായി നിൽക്കുന്ന ഈ തടസ്സങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. ചേഞ്ച് ബൈ റിമൂവിംഗ് ബാരിയേഴ്സ് എന്നൊന്ന് മാറ്റാമോ? റിമൂവ് ബാരിയേഴ്സ് അല്ല, ചേഞ്ചിങ് ബൈ റിമൂവിംഗ് ബാരിയേഴ്സ്. ആ സെന്റൻസ് ഒന്ന് കറക്റ്റ് ചെയ്താൽ നമുക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും. ആ ബാരിയറുകൾ റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാം. ആ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇറ്റ് വിൽ ബി എൻ ഇംപ്രൂവ്മെന്റ്. അത് തീർച്ചയായിട്ടും ഇംപ്രൂവ്മെന്റ് ആയിരിക്കും. നാലാമത്തെ സ്റ്റേജ് മനസ്സിലായോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? നാലാമത്തെ സ്റ്റേജ്, ഒന്നാമത്തേത് ഓഡിറ്റ് പ്രിപ്പയർ ചെയ്തു, രണ്ടാമത്തേത് നമ്മൾ ക്രൈറ്റീരിയ തെരഞ്ഞെടുത്തു, മൂന്നാമത്തേത് ലെവൽ ഓഫ് പെർഫോമൻസ് മെഷർ ചെയ്തു. മെഷർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി there are some ഡിപ്പാർട്ട്മെന്റ് വിച്ച് നീഡ്സ് ഇംപ്രൂവ്മെന്റ്. ചില മേഖലകൾ അല്ലെങ്കിൽ ചില ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ മൊത്തത്തില് ചില ഇംപ്രൂവ്മെന്റുകൾ വേണം എന്ന് മനസ്സിലായി. ആ വേണം എന്ന് നോക്കിയപ്പോൾ നമ്മൾ മേക്കിംഗ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന നാലാമത്തെ സ്റ്റേജിലേക്ക് എത്തി. നാലാമത്തെ സ്റ്റേജ് വരെ ഇങ്ങനെ ഫ്ലോ പോലെ വന്നിരിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നാലാമത്തെ. അഞ്ചാമത്തെ സ്റ്റേജ് ആണ് അടുത്തത് സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ്. ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നു, ഇനി എന്ത് ചെയ്യണം? ആ ഇംപ്രൂവ്മെന്റിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ആ കൊണ്ടുവന്ന മാറ്റങ്ങൾ, നമ്മൾ തടസ്സങ്ങളൊക്കെ നീക്കി ഇംപ്രൂവ്മെന്റ് നിലനിർത്താനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ വീണ്ടും കുറച്ച് ഇംപ്രൂവ് ഒക്കെ ചെയ്ത് കൊണ്ടുവന്നതാ, വീണ്ടും താഴേക്ക് പോകാൻ ഇട കൊടുക്കരുത്. അതാണ് ഉദ്ദേശിക്കുന്നത് അഞ്ചാമത്തെ സ്റ്റേജില്. റീഇൻഫോഴ്സിങ് ഇംപ്രൂവ്മെന്റ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക, വീണ്ടും പ്രചോദനം കൊടുത്തുകൊണ്ടിരിക്കുക, ഈ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് നമ്മൾ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവന്ന് എത്തിച്ചു, വീണ്ടും അത്തരം മേഖലകൾ ചിലപ്പോൾ അത്തരം ഡിപ്പാർട്ട്മെന്റുകൾ വീണ്ടും താഴേക്ക് പോകാൻ സാധ്യതകളുണ്ട്. അതിന് ഇട കൊടുക്കാതെ റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് വേണ്ടിയിട്ട് they have to monitor and evaluate by time to time.
അതിന് ഇടയ്ക്കിടയ്ക്ക് പരിശോധനകൾ നടത്തുക, വിലയിരുത്തുക, അല്ലെ, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും മോണിറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴും നോക്കി അവരെ എപ്പോഴും അവരുടെ പിന്നാലെ ആ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഏതെങ്കിലും ഓർഗനൈസേഷനിൽ ഇങ്ങനെ മൊത്തത്തിൽ അങ്ങനെ താറുമാറായി കിടക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവരെ പോയി സമീപിച്ച് അത്തരം മേഖലകളൊക്കെ സന്ദർശിച്ച് എവിടെയാണ് പോരായ്മകളെന്ന് മനസ്സിലാക്കി ഇടയ്ക്കിടയ്ക്ക് അവരെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം they have to make again re-audit, ഓഡിറ്റിംഗ് വീണ്ടും നടത്തുക. അപ്പൊ അതിങ്ങനെ ഒരു പ്രോസസ്സ് പോലെ, ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും കംപ്ലീറ്റഡ് ആകുന്ന ഒരു പ്രോസസ് അല്ല. ഇപ്പൊ നമ്മൾ മറ്റു ഓർഗനൈസേഷൻസിലെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ അത് വൺസ് ഇൻ ഇയർ ഒക്കെ ചെയ്താൽ മതി. വർഷത്തിൽ ഒരിക്കലാണ് ഓഡിറ്റിംഗ് നടത്തുക, അല്ലെ, വർഷാവസാനമൊക്കെ കണക്കുകളൊക്കെ ക്ലോസ് ചെയ്ത് ഏകദേശം അവരുടെ കണക്കുകളൊക്കെ കൃത്യമാണ്, ബാലൻസ് ഷീറ്റ് ഒക്കെ ടാലി ആകുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. ഇനി ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കടന്നുകൂടിയിട്ടുണ്ട്, എറേഴ്സ് ഒക്കെ കടന്നുകൂടിയിട്ടുണ്ടോ എന്നൊക്കെ കണക്കുകളിൽ വന്നിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കലാണ് വർഷാവസാനം. അത് സാധാ ബിസിനസ് സംരംഭങ്ങളിലാണ്. അതേസമയം നമ്മുടെ ഹോസ്പിറ്റൽ പോലെയുള്ള കാര്യങ്ങളിൽ അത്തരം ഓർഗനൈസേഷനിൽ അസസ്മെന്റ് നടത്തേണ്ടത് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് നടത്തേണ്ടത് അങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് നോക്കിയിട്ടല്ല. ഇതൊരു എന്താ പറയാ ഓൺഗോയിങ് പ്രോസസ് പോലെയാണ്. അതായത് നമുക്ക് എവിടെ വെച്ച് അങ്ങനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ്, ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും പല കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ അസസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അസസ്മെന്റ് ഒരിക്കലും കംപ്ലീറ്റ് ആകുന്നില്ല. നമ്മൾ എവിടെയെങ്കിലും വിലയിരുത്താനോ അല്ലെങ്കിൽ മെഷർ ചെയ്യാനോ അവരുടെ പെർഫോമൻസ് അളക്കാനോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പോയില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാം, തീർച്ചയായിട്ടും പല മേഖലകളും ഉഴപ്പും. അത് എങ്ങനെയാണ്, അത് നമുക്ക് അല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. കാരണം ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരുപാട് എംപ്ലോയീസ് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ ഇപ്പൊ 2-3 പേര് ഒരുമിച്ചൊക്കെ ചെയ്യുന്ന ഒരു ജോലി നോക്ക്, ഇപ്പൊ 2-3 പേരൊക്കെ ഒരുമിച്ച് ചെയ്യുന്ന ജോലി, അപ്പൊ അവര് ചെയ്തോളും, ഞാനില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ ഒരു എന്താ പറയാ ഒരു മൈൻഡ് ഒക്കെ അത്രയും എന്താ പറയാ ഒരു ഗുഡ് മൊറൈലൊന്നും ഇല്ലാത്ത എംപ്ലോയീസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ അവർ ലേസിനെസ്സിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ ഉറപ്പുവരുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ്. എന്നിട്ട് വീണ്ടും റീഓഡിറ്റ്. അപ്പൊ ഇറ്റ്സ് എ ഓൺ ഗോയിങ് പ്രോസസ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ 5ാമത്തെ സ്റ്റേജില് സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ് ആണ്. ഇംപ്രൂവ്മെന്റ് വരുത്തി വെച്ചത് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ആ കാര്യങ്ങൾ റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം, അതിനുവേണ്ടി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം, ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, വീണ്ടും റീഓഡിറ്റ് നടത്തണം. അതാണ് 5th സ്റ്റേജിൽ വരുന്നത്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കട്ടെ. അപ്പൊ കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകും, അതിനൊരു പിക്ചർ കിട്ടും. അല്ലെങ്കിൽ കിട്ടില്ല, വെറുതെ ആ പോയിന്റുമ്പോ മാത്രം ഇങ്ങനെ വായിച്ചു നോക്കിയാൽ കിട്ടില്ല. അതിനാണ് ഞാൻ ഇത്രയും ഇതായിട്ട് പറഞ്ഞു തന്നെ. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജ് നമ്മുടെ ഓഡിറ്റിംഗിന്റെ ക്ലിനിക്കൽ ഓഡിറ്റിന്റെ അവസാനത്തെ സ്റ്റേജ് ആണ് റീഓഡിറ്റിംഗ് നടത്തുക. അപ്പൊ അതിന് എവിഡൻസുകൾ വീണ്ടും നമ്മൾ റിവ്യൂ ചെയ്യേണ്ടി വരും. റിവ്യൂ ഓഫ് എവിഡൻസ് ആണ്. മെഷർ ഇഫക്റ്റീവ്നെസ്, എത്രത്തോളം കാര്യക്ഷമതയായി എന്ന് മെഷർ ചെയ്യുക. ഡിസൈഡ് ഹൗ ഓഫൺ ടു റീഓഡിറ്റ്, ഇടയ്ക്കിടയ്ക്ക് ഏതൊക്കെ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ നമ്മൾ വീണ്ടും റീഓഡിറ്റ് ചെയ്യപ്പെടണം എന്ന് ഈ പറയുന്ന മെഷർമെന്റുകൾ പെർഫോമൻസുകളൊക്കെ മെഷർ ചെയ്താലേ മനസ്സിലാകുള്ളൂ. ഇനി അടുത്ത സമയത്ത് നമ്മൾ എപ്പോഴാണ് ഇനി ഓഡിറ്റ് നടത്തേണ്ടത്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാനും ഒക്കെ നമ്മുടെ റീഓഡിറ്റ് സഹായിക്കുമെന്നുള്ളതാണ്. ഡിസൈഡ് ഹൗ ഓഫൺ ടു റീഓഡിറ്റ്. ദെൻ ഓൺ ഗോയിങ് പ്രോസസ് മോണിറ്ററിങ്, അത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഓൺ ഗോയിങ് പ്രോസസ് ആണ് മോണിറ്ററിങ് എന്ന് പറയുന്നത്. ഒരിക്കലും നിലച്ചു പോകാൻ പാടില്ല. നിലച്ചു പോയി കഴിഞ്ഞാൽ എല്ലാം താറുമാറാകും. വീണ്ടും നമ്മൾ പഴയതിൽ നിന്ന് വീണ്ടും തുടങ്ങണം, അല്ലെ, വീണ്ടും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണം. ഇതൊക്കെ എപ്പോഴും നമ്മൾ പിന്നാലെ കടന്ന് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളൊരു വിലയിരുത്തലുകൾ, അസസ്മെന്റുകൾ, ഓഡിറ്റിംഗ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എല്ലാവരും അവരവരുടെ രീതിയിലുള്ള എഫിഷ്യന്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കാൻ നോക്കും. അവരുടെ പെർഫോമൻസുകൾ വളരെ നല്ല രീതിയിലാക്കാനായിട്ട് ശ്രമിക്കും എല്ലാവരും, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും. അപ്പൊ ആ രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കണ്ടക്ട് ചെയ്യേണ്ടത്. അപ്പൊ ക്ലിനിക്കൽ ഓഡിറ്റിന്റെ പ്രധാനപ്പെട്ട സ്റ്റേജുകളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഈ 6 സ്റ്റേജിൽ വന്ന ആ പോയിന്റുകളും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 3 നമ്മൾ ചാർട്ട് ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ പോലെയായിരുന്നു കണ്ടത്. 4, 5, 6 എന്ന് പറയുന്ന എന്താ പറയാ സ്റ്റേജസ് പോയിന്റുകളായിട്ട് ഇങ്ങനെ കാണിച്ചിരിക്കുന്നു എന്ന് മാത്രം. അത് നമുക്ക് വേണമെങ്കിൽ ചാർട്ട് പോലെ രൂപത്തിൽ എഴുതി പഠിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കുക അല്ലെങ്കിൽ NB എന്നിട്ടേക്കുക. 6 സ്റ്റേജും ഇമ്പോർട്ടന്റ് ആണ്. ഓരോ സ്റ്റേജിലും എന്തൊക്കെയാണ് വരിക എന്ന് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ റിവ്യൂ എവിഡൻസ് നമ്മൾ വീണ്ടും എടുത്ത് പരിശോധിക്കേണ്ടി വരും. അതിനുശേഷം മെഷർ ചെയ്യാം നമ്മുടെ എഫക്റ്റീവ്നെസ്, എത്രത്തോളം എഫക്റ്റീവായി, നേരത്തെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, ഇനി എപ്പോഴാണ് റീഓഡിറ്റ് ചെയ്യണ്ടേ എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യാം. അതിനുശേഷം വീണ്ടും ആ ഒരു ഓൺഗോയിങ് പ്രോസസ് ആയിട്ടുള്ള മോണിറ്ററിങ് ചെയ്തുകൊണ്ടേയിരിക്കുക. ക്ലിയർ ആണോ? 6 സ്റ്റേജസ് മനസ്സിലായോ? മനസ്സിലായല്ലോ? യെസ്. അപ്പൊ നമ്മൾ അടുത്തത് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ.
അതായത് ടൈപ്സ് എന്നതിനേക്കാൾ എനിക്ക് തോന്നുന്ന ഹെഡിങ് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലെ. ക്ലിനിക്കൽ ഓഡിറ്റ് ഏതൊക്കെ രീതിയിലുണ്ടെന്ന് പറഞ്ഞു. കൺകറന്റ് ഓഡിറ്റും റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റും ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അതായത് എപ്പോഴാണോ ഏത് സ്ഥലത്ത് വെച്ച് എപ്പോഴാണോ ഒരു എന്തെങ്കിലും കാര്യം നടക്കുക ആ സമയത്ത് തന്നെ നടത്തുന്ന ഓഡിറ്റിങ്ങിനെ കൺകറന്റ് ഓഡിറ്റ് എന്ന് വിളിക്കും. റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ത്രൂ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡുകളുടെ എന്താ പറയാ എവിഡൻസിന്റെ സഹായത്തോടെ, അതായത് നേരത്തെ കൂട്ടി കാര്യം നടന്നുപോയി അത് റെക്കോർഡുകളായി അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നടത്തുന്ന ഓഡിറ്റിംഗ് ആണ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. രണ്ട് രീതിയിലുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇത് എനിക്ക് തോന്നുന്നു ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നതിനേക്കാൾ ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലകളാണ്, സെക്ടേഴ്സ് ആയിരിക്കും കേട്ടാ. അപ്പൊ ഏതൊക്കെ രീതിയിലുള്ള ഓഡിറ്റിംഗ് ആണ് എന്താ പറയാ ഹോസ്പിറ്റൽസിൽ വേണ്ടി വരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ്, കണക്കെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റിംഗ് നടത്തണം. എക്സ്റേ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ഓഡിറ്റിങ്ങൾ ഏതൊക്കെ രീതിയിലാണ്, അവിടെ കൃത്യമായിട്ടെല്ലാം നടക്കുന്നുണ്ടോ അല്ലെ, അതൊക്കെ നടത്തുക. നല്ല റെക്കോർഡ്സിൽ വന്നിട്ടുണ്ടോ. ഡിസീസ് ഓഡിറ്റ്, രോഗവുമായി ബന്ധപ്പെട്ടുള്ള ഓഡിറ്റിംഗ് ഉണ്ട്. ഒബ്സ്റ്റട്രിക് കേസസ്, ഒബ്സ്റ്റട്രിക് അറിയാലോ, നമുക്ക് പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഇൻഫെക്ഷൻ കൺട്രോൾ, ഇൻഫെക്ഷൻ എത്രത്തോളം കൺട്രോൾ ചെയ്യപ്പെടുന്നുണ്ട് ഹോസ്പിറ്റൽസിൽ, എന്തായാലും വേണ്ടി വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇൻഫെക്ഷൻ കൺട്രോൾ. അതൊക്കെ നടക്കുന്നുണ്ടോ ഹോസ്പിറ്റൽസിൽ, അത് അസസ് ചെയ്യണം, ഓഡിറ്റ് ചെയ്യണം. പിന്നെ നഴ്സിംഗ് ഓഡിറ്റ്, ഈ രോഗികളെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ നഴ്സസ് കൊടുക്കുന്ന അവരുടെ ആ ഒരു എഫിഷ്യൻസി അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ക്വാളിറ്റി കെയർ അത് എത്രത്തോളം ഉണ്ട്, അത് വിലയിരുത്തേണ്ട. തീർച്ചയായിട്ടും വെറുതെ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞ പേരിട്ടിട്ട് അവിടെ വെച്ചിട്ട് നഴ്സസ് ഒക്കെ എന്താ പറയാ രോഗികളോട് പേഷ്യൻസിനോടൊക്കെ വളരെ റൂഡായിട്ടൊക്കെ പെരുമാറുക എന്നുള്ളതൊക്കെ അതൊക്കെ ഒരു നല്ല ക്വാളിറ്റി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റൽസിന്റെ ലക്ഷണമല്ല. അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ ഓഡിറ്റ് ചെയ്യപ്പെടണം. നഴ്സിംഗ് ഓഡിറ്റ് ആൻഡ് ഡെത്ത് ഓഡിറ്റ്, എത്രത്തോളം മരണനിരക്കുകൾ നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ വരുന്ന മരണനിരക്കുകളെ പരമാവധി കുറയ്ക്കുക. കാരണം അവിടെ നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ്, നല്ല രീതിയിലുള്ള എന്താ പറയാ ഡോക്ടേഴ്സ് ഒക്കെ ഇല്ലാത്തത് കൊണ്ടും അതുപോലെ നല്ല രീതിയിൽ അവരെ കെയറിങ് ചെയ്യാത്തത് കൊണ്ടൊക്കെയാണ് ഡെത്ത് റേറ്റ് ഒക്കെ വളരെയധികം കൂടാനുള്ള സാധ്യത. അങ്ങനെയും ഒരു എന്താ പറയാ ഒരു രീതിയിൽ ആളുകൾ ചിന്തിക്കുമല്ലോ. സോ മാക്സിമം ഡെത്ത് റേറ്റ് ഒക്കെ കുറയ്ക്കുക എന്നുള്ളതും അവരുടെ ഒരു എന്താ പറയാ പരമാവധി ഒരിത്തിരി ജീവനുള്ള ആളെയായിട്ടാണ് ഹോസ്പിറ്റൽസിൽ കൊണ്ടുവരുന്നതെങ്കിൽ അവരെ കംപ്ലീറ്റ്ലി ലൈഫിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം ഡോക്ടേഴ്സ്, അവരെ എന്താ പറയാ നമ്മൾ വിശ്വസിച്ചിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ആളുകളെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഉത്തരവാദിത്വം തന്നെയാണ് ഹോസ്പിറ്റൽസിലെ ഓരോ ആളുകളുടെയും, അവിടുത്തെ പ്രൊഫഷണൽസിന്റെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ നഴ്സസ് ആയിക്കോട്ടെ, ഈച്ച് ആൻഡ് എവരി പീപ്പിൾ, എല്ലാ എംപ്ലോയീസിനും അങ്ങനെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ ഡെത്ത് റേറ്റ് ഒക്കെ വളരെയധികം കുറയ്ക്കുക എന്നുള്ളതും അവരുടെ ഒരു കാര്യം തന്നെയായിരിക്കണം. അതുകൊണ്ട് ഡെത്തിന്റെ ഓഡിറ്റിംഗ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇത്തരം മേഖലകളിലൊക്കെ ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് അല്ല, ക്ലിനിക്കൽ ഓഡിറ്റ് സെക്ടേഴ്സ് ആണ്. ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ യൂണിറ്റുകളിലാണ് പ്രധാനമായിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ്, എക്സ്റേ വ്യൂ, ഡിസീസ് ഓഡിറ്റ്, ഒബ്സ്റ്റട്രിക് കേസസ്, ഇൻഫെക്ഷൻ കൺട്രോൾ, നഴ്സിംഗ് ഓഡിറ്റ് ആൻഡ് ഡെത്ത് ഓഡിറ്റ്. ക്ലിയർ ആയോ? അതും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുക, അല്ലെങ്കിൽ NB എന്നിട്ടേക്കുക കേട്ടാ. ഇടാ മനസ്സിലായല്ലോ? അടുത്തത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വായിച്ചു നോക്കുക. അടുത്ത എന്താണ്? റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഓഡിറ്റ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിന് നമ്മുടെ ഓഡിറ്റിലുള്ള പങ്ക് എന്താണ്? ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു സർവീസിന് അല്ലെങ്കിൽ അതിനകത്ത് ഉള്ള നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ, നമ്മൾ എല്ലാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് പഠിക്കുകയാണ്. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ടവരാണ്. അപ്പൊ അങ്ങനെ നമുക്ക് എന്താണ് ഈ ഓഡിറ്റിങ്ങിലുള്ള പങ്ക്? ഒന്നാമത്തെ, ടു ഫെസിലിറ്റേറ്റ് ആൻഡ് പ്രൊവൈഡ് ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്. നല്ല ഒരു രീതിയിലുള്ള ഒരു സൗണ്ട് വർക്കിംഗ് എൻവയോൺമെന്റ് എല്ലാ ഓർഗനൈസേഷനിലും കൊണ്ടുവരിക. അപ്പൊ ഹോസ്പിറ്റലിൽ ഒരു നല്ല ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നമുക്ക് ജോലി ചെയ്യാൻ അങ്ങോട്ട് ഉള്ളിൽ നിന്ന് തന്നെ വരും. നമ്മൾക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വളരെ ഹാപ്പിയോടെ നമുക്ക് തരുന്ന ജോലികൾ എന്താ പറയാ കുറ്റവും കുറവൊന്നും പറയാതെ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വളരെ പ്ലീസിങ് മാനറിൽ നമ്മുടെ ജോലി ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അതിന് നമുക്ക് ഏറ്റവും സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് തന്നെ. നമുക്ക് ഒരു നല്ല ജോലി ചെയ്യാനുള്ള നല്ലൊരു സാഹചര്യം
ആ ഓർഗനൈസേഷനിൽ കിട്ടണം. എന്നാലും മാത്രമേ പറ്റുള്ളൂ. ആ ഓർഗനൈസേഷനിൽ നല്ലൊരു ജോലി സാഹചര്യം നമുക്ക് എങ്ങനെ കിട്ടാം? അവിടുത്തെ ക്ലെൻലിനെസ്, അവിടുത്തെ എന്താ പറയാ ജോലിക്കാര്, മറ്റു ജോലിക്കാരോട് നമ്മൾ ഇടപഴകുന്ന കാര്യങ്ങൾ അല്ലെ, നമ്മൾ മറ്റു സബോർഡിനേറ്റ്സുമായിട്ടും നമുക്ക് കൊളീഗ്സുമായിട്ടൊക്കെ നമുക്ക് ഒത്തൊരുമിച്ച് ജോലി ചെയ്യേണ്ടവരാണ്. അപ്പൊ അത് നല്ലതായിരിക്കണം അല്ലെ. എല്ലാവരെയും എംപ്ലോയീസിനെയൊക്കെ എല്ലാവരെയും ഒരുപോലെ കാണുക. അങ്ങനെ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ കൂടി ചേരുമ്പോഴാണ് ഒരു ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു ഓഡിറ്റിംഗിൽ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു പങ്കാണ്. To provide facilities, resources and smooth supply. എല്ലാ ഒരു ഹോസ്പിറ്റലില് ഏതൊക്കെ രീതിയിലുള്ള ഫെസിലിറ്റീസോ അല്ലെങ്കിൽ അവിടുത്തെ വിഭവങ്ങൾ റിസോഴ്സസ് ഒക്കെ കൃത്യമായിട്ട് സ്മൂത്ത് ആയിട്ടൊക്കെ സപ്ലൈ ചെയ്യുക. ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ല. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അയ്യോ അതിവിടെ ഇല്ല, അങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല. എല്ലാ ഫെസിലിറ്റീസും ഓക്കെ ആയിരിക്കണം, ഗുഡ് ആയിരിക്കണം. ആൻഡ് ഓൾസോ റിസോഴ്സസ് ഷുഡ് ബി അവൈലബിൾ അറ്റ് ടൈം. എല്ലാ സമയത്തിന് ഓരോ റിസോഴ്സസും അവിടെ അവൈലബിൾ ആക്കി കൊടുക്കുക എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു റോളാണ് ഓഡിറ്റിംഗിൽ. To motivate, to enable the medical care providers to work enthusiastically. വളരെ എന്താ പറയാ ഒരു enthusiastic ആയിട്ട്, enthusiastic എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെയും സാറ്റിസ്ഫാക്ഷൻ മനസ്സോടും കൂടിയിട്ട് ഓരോ ജോലിക്കാരും അവരുടെ ജോലി ചെയ്യാൻ വേണ്ടി, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എല്ലാവരും ആ രീതിയിൽ ജോലി ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഒരു മോട്ടിവേഷൻ അല്ലെ, അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. ആളുകളിൽ മോട്ടിവേറ്റ് ചെയ്യപ്പെടുക. ആര്? നമ്മുടെ എംപ്ലോയീസിനെ. ഹോസ്പിറ്റലാകുമ്പോൾ നഴ്സസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവരെല്ലാവരും തന്നെ വളരെ enthusiastic ആയിട്ട് ജോലി ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ടു എഡിറ്റ് ആൻഡ് മോണിറ്റർ മീഡിയ കവറേജ്, പ്രസ് നോട്ട്സ് അല്ലെ. പ്രസ് നോട്ട്സ് എന്നാണ്, പ്രസ് എന്നാണെന്ന് പറയുന്നത്. സ്പെല്ലിംഗ് ഒന്ന് തിരുത്താമോ? PRESS എന്നാണ് കേട്ടോ. അതായത് ഇപ്പൊ നമ്മളുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളിൽ മറ്റു കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് അത് മോണിറ്റർ ചെയ്ത് മീഡിയാസിലൊക്കെ വരുന്ന കാര്യങ്ങൾ മോണിറ്റർ ചെയ്തതിന് ശേഷം അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്താനോ എഡിറ്റിംഗ് ഒക്കെ വരുത്താനോ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. കാരണം ആസ് എ ഹോൾ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് ഉള്ളത് ഒരു ഡോക്ടേഴ്സിനോ നഴ്സസിനോ അല്ല. ആർക്കായിരിക്കണം ഏറ്റവും കൂടുതൽ അവർക്ക് ചികിത്സിക്കാനും രോഗത്തെ നിർണ്ണയിക്കാനും രോഗത്തിന് ചികിത്സ കൊടുക്കാനും അല്ലെ, അങ്ങനെയൊക്കെ അറിയുള്ളൂ. പക്ഷെ ഹോസ്പിറ്റലിന്റെ ഒരു മൊത്തത്തിലൊരു മാപ്പ് ആരുടെ കയ്യിലുള്ളത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ കയ്യിലാണ്. സോ ആ പ്രസ് മീറ്റിംഗിലോ അല്ലെങ്കിൽ പ്രസ് മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ അതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളിൽ എഡിഷൻസ്, എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തുക. ആ നോട്ടുകളൊക്കെ തയ്യാറാക്കുമ്പോൾ മീഡിയ കവറേജുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെയും എഡിറ്റിംഗ് ഒക്കെ നടത്താനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ പണിയാണ് എന്നുള്ളതാണ്. പിന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, തീർച്ചയായിട്ടും എല്ലാറ്റിലും ഉപരി എന്താണ് പറയാ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ആളുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടേണ്ടത് ഒരു റിഫ്ലക്ഷൻ. നമ്മൾ കൊടുക്കുന്ന സേവനങ്ങളുടെ ആ ഒരു റിഫ്ലക്ഷൻ വരേണ്ടത് എവിടെന്നാണ്? ആളുകൾ ആ പേഷ്യൻസിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. അവരോട് ചോദിച്ചാൽ മനസ്സിലാക്കി എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടും വെദർ ദേ ആർ സാറ്റിസ്ഫൈഡ് ഓർ നോട്ട്. അപ്പൊ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ടു റിവീൽ ദ ഗ്രേ ഏരിയാസ്. എന്താണ് ഈ ഗ്രേ ഏരിയാസ് എന്ന് പറഞ്ഞാൽ? അതായത് അൺക്ലിയർ ആയിട്ടുള്ള ഏരിയാസ് ആണ്. എന്ന് വെച്ചാൽ വ്യക്തതയില്ലാത്ത, അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു കാര്യം വരുമ്പോ അതിന് ഒരു വ്യക്തതയില്ല. എന്താണ് ചെയ്യേണ്ടത്, അതായത് ഹൗ ടു ഡീൽ വിത്ത് ദാറ്റ് പർട്ടിക്കുലർ സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷനുമായിട്ട് എന്താണ് ചെയ്യേണ്ടത്, അത്തരം സാഹചര്യങ്ങളിലൊക്കെ എന്താണ് എന്തെങ്കിലും ഒരു വ്യക്തത കൊടുക്കുക. ആ വ്യക്തത കൊടുക്കാനുള്ള ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു റോള് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിനാണുള്ളത്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ആ ഗ്രൂപ്പിനാണുള്ളത്. അപ്പൊ അവരതിനു വേണ്ടിയിട്ട് ഉള്ള പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ ഏതെങ്കിലും പേഷ്യന്റ് എന്തുകൊണ്ട് സാറ്റിസ്ഫൈഡ് അല്ല, ഇനി റീസൺ അവരുടെ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലാണോ, മരുന്ന് കിട്ടിയതിന്റെ കാര്യത്തിലാണോ, അല്ലെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് ക്ലെയിം ഉണ്ട്, അതിൽ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ ഏത് മേഖലകളിലാണ് അത്തരം അവ്യക്തത ഉള്ളത്, അതൊക്കെ വ്യക്തമാക്കി കൊടുക്കേണ്ട ഒരു റോൾ ക്ലിയർ ആയിട്ടുണ്ടാവും. ഐ തിങ്ക് എന്താണ് മനസ്സിലായോ? ഗ്രേ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് അണ്ടർലൈൻ ചെയ്തിട്ട് അതിന്റെ മീനിങ് ഒന്ന് എഴുതി വെച്ചാൽ മതി. അൺക്ലിയർ, വ്യക്തതയില്ലാത്ത സിറ്റുവേഷൻസില് വ്യക്തമാക്കി കൊടുക്കുക. പല കാര്യങ്ങളിലും ചിലപ്പോ ചില പേഷ്യൻസിന് വ്യക്തതയില്ലായിരിക്കാം. ആ വ്യക്തതയില്ലായ്മ അവരെ പേഷ്യന്റിനെ സാറ്റിസ്ഫൈഡ് ആക്കില്ല. എനിക്ക് ഇന്ന കാര്യത്തിന് ഒരു വ്യക്തതയില്ല, അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ ഇല്ല. അപ്പൊ ആ സൊല്യൂഷൻ എന്താണ് എന്ന് മനസ്സിലാക്കി എടുത്ത് അതിന് ഉള്ള ഒരു സൊല്യൂഷൻസ് കൊടുക്കുക. ചിലപ്പോൾ റിപ്ലൈ രൂപത്തിലായിരിക്കാം, ചിലപ്പോൾ ചില സേവനമായിരിക്കാം. എന്താണോ അത് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മനസ്സിലാക്കി കൊടുത്ത് അത് ചെയ്യുക. അപ്പോഴാണ് പേഷ്യന്റ് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഓക്കെ, അത് പല സർവീസിലൂടെയൊക്കെ ആയിരിക്കും അവർക്ക് നടത്താൻ പറ്റുക.
ഒരു പേഷ്യന്റ് മാത്രം നോക്കിയിട്ടല്ല, പല സർവേസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് അവിടെ എവിടെയാണ് വ്യക്തത കുറവുണ്ടായിരുന്നത് അതൊക്കെ ക്ലിയർ ചെയ്താൽ മാത്രമേ പേഷ്യന്റ് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആകുള്ളൂ. അത് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. പിന്നെ ടു കണ്ടക്ട് എക്സിറ്റ് ഇന്റർവ്യൂ ആൻഡ് മേക്ക് ചേഞ്ചസ് ആസ് സജസ്റ്റഡ്. എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് അതും ഇതുപോലെ തന്നെ ഗ്രേ ഏരിയ എഴുതിയോ എല്ലാവരും? അൺക്ലിയർ എന്ന് എഴുതിയോ? ഗ്രേ ഏരിയ എന്റെ മീനിങ് എഴുതിയോ? അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല കുറച്ച് കഴിയുമ്പോ. അത് അൺക്ലിയർ എന്ന് പറയുന്ന ആ ഒരു വേർഡ് അവിടെ ഒന്ന് ഗ്രേ ഏരിയയുടെ അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതി വെക്കാം. ബിക്കോസ് വ്യക്തമല്ലാത്ത സിറ്റുവേഷൻസ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഹൗ ടു ഡീൽ വിത്ത് ദാറ്റ് പർട്ടിക്കുലർ സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യത്തോട് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യും എന്ന് വ്യക്തതയില്ലാതെ ഇരിക്കുമ്പോൾ അത് സർവേസിലൂടെ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സർവേ കണ്ടക്ട് ഒക്കെ ചെയ്ത് അത് മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ആ ക്ലാരിറ്റി കൊടുക്കുമ്പോൾ എന്തായിരിക്കും? തീർച്ചയായും പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആകും. അത് ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അങ്ങനെയൊക്കെയാണ് ഓഡിറ്റിങ്ങിന്റെ പ്രത്യേകത കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ വ്യക്തമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന എവിടെ മനസ്സിലാകുക? ഓഡിറ്റിങ്ങിലൂടെ മാത്രമാണ്. അപ്പൊ അത് ചെയ്യേണ്ടതൊക്കെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് കേട്ടോ. പിന്നെ എന്താ പറയുക? എക്സിറ്റ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുക. എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ദ ഇന്റർവ്യൂ വിച്ച് ഇസ് കണ്ടക്ടഡ് അറ്റ് ദ ടൈം വെൻ ആൻ എംപ്ലോയി റിലീവ്സ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനും ഏതെങ്കിലും എംപ്ലോയി നിർത്തിപ്പോകില്ലേ, റിട്ടയർ ചെയ്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ. സെപ്പറേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചാണ്. ഒരുപാട് രീതികളുണ്ട്, സെപ്പറേഷൻസ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, റിട്ടയർമെന്റ് ഉണ്ട്, സസ്പെൻഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ. അപ്പൊ എക്സിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ആളുമായിട്ട് നടത്തുന്ന ഇന്റർവ്യൂ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് വിളിക്കുക. അപ്പൊ എക്സിറ്റ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള സജഷൻസ് ആ പോകുന്ന എംപ്ലോയീസിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ മേടിച്ച് അതനുസരിച്ച് ചേഞ്ചസ് കൊണ്ടുവരിക. എംപ്ലോയീസിൽ പോകുന്ന സമയത്തെ അവർ ഇന്റർവ്യൂ നടത്തുമ്പോൾ വാട്ട് സജഷൻസ് യു ഹാവ് ടു മേക്ക്. നമ്മുടെ ഓർഗനൈസേഷനിൽ നിങ്ങൾ ഇപ്പൊ പോകുന്ന സമയത്ത് നമ്മുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ചില മാറ്റങ്ങൾ എന്താണ് എന്ന് അവരോട് വേണമെങ്കിൽ സജഷൻസ് ഒക്കെ ചോദിക്കാം. ആ സജഷൻസിന് അനുസരിച്ച് നമ്മൾ ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരണം. അത് തിരിച്ചു പോകുന്ന എംപ്ലോയി ആണല്ലോ, തീർച്ചയായിട്ടും ഇനി ഇങ്ങോട്ട് വരില്ല. അപ്പൊ എന്ത് മാറ്റമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഈ നമ്മുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മാറ്റം എന്താണ്? ചിലപ്പോൾ അവരിൽ നിന്ന് കുറച്ച് ഐഡിയാസ് ഒക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഒരു ഇന്റർവ്യൂ എക്സിറ്റ് സമയത്ത് കണ്ടക്ട് ചെയ്യുന്നത്. ചില ഓർഗനൈസേഷൻസ് അങ്ങനെ ചെയ്യുന്നുണ്ട്. ടു ഫ്രെയിം ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ്. തീർച്ചയായിട്ടും ഒരു ഹോസ്പിറ്റലിന് വേണ്ട കൃത്യമായ പോളിസീസും പ്രാക്ടീസസും അതിന്റെ ലക്ഷ്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ഫ്രെയിം ചെയ്ത് വെക്കാം. എല്ലാ പോളിസീസും അത് എംപ്ലോയീസിനൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന നയങ്ങളൊക്കെ ബിസിനസ്സിൽ കൊണ്ടുവരണം. അപ്പൊ ഹോസ്പിറ്റൽസിലും അതിൻ്റെതായ നയങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് ഫ്രെയിം ചെയ്ത് വെക്കാം എന്നുള്ളതാണ്. ഇതെല്ലാം തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ഓഡിറ്റിങ്ങിലുള്ള ഉത്തരവാദിത്തങ്ങളാണ്, പങ്കാണ്. ക്ലിയർ ആയോ? ഓരോ പോയിന്റും മനസ്സിലായോ? എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഇന്റർവ്യൂ വിച്ച് ഇസ് മെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് an employee leaving the organization. ഒരു ഓർഗനൈസേഷനും ഒരു എംപ്ലോയി ലീവ് ചെയ്യുന്ന സമയത്തുള്ള ഇന്റർവ്യൂവിനെയാണ് നമ്മൾ എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് വിളിക്കുക. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ഇനി ക്ലിനിക്കൽ ഓഡിറ്റ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അഡ്വാൻറ്റേജസ് ആണ് കേട്ടോ. എന്തൊക്കെ നേട്ടമുണ്ട്? ഒരു എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി ആണ്. ഓഡിറ്റിങ്ങിലൂടെ നമുക്ക് പലതും പഠിക്കാൻ പറ്റും അല്ലെ? ഏതൊക്കെ മേഖലകൾ താഴെ പോയി, എന്താണ് അതിന്റെ കാരണങ്ങൾ, ഒരുപാട് പഠനം. നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് എന്തിനെങ്കിലും കാര്യത്തെ കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ അതൊരു നമ്മളുടെ എന്താ പറയാ, ഈ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ മാത്രം പോയി പഠിക്കുന്നതിനെയാണോ നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്? ആണോ? അല്ലല്ലോ. ഇന്നത്തെ കാലത്ത് അതൊന്നും ഇല്ലായെങ്കിലും ചില ആളുകൾ സ്വന്തമായിട്ട് ആർജിച്ചെടുക്കുന്ന ഒരുപാട് അറിവുകളുണ്ട്. അത് ഇന്ന് അതിനുള്ള മീഡിയാസ് ഇഷ്ടം പോലെയുണ്ട്. ഒത്തിരി ആളുകൾ അങ്ങനെ ട്രൈ ചെയ്ത് പഠിക്കുന്നവരുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അങ്ങനത്തെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ട്യൂഷൻസിനെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയാലും ഇപ്പൊ ആപ്സ് ഉണ്ട്, പല ആപ്പുകളുണ്ട്. നമ്മൾ അവര് തന്നെ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസും അതുപോലെ തന്നെ ക്ലാസ്സസ് ഒക്കെ യൂട്യൂബിലൊക്കെ അവർ ഇടുന്നുണ്ട്. അപ്പൊ ട്യൂഷനൊന്നും പോയില്ലെന്ന് കുഴപ്പമില്ല, നന്നായിട്ട് ഇരുന്ന് പഠിക്കണം, എനിക്ക് പഠിക്കണം, മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്ന കുട്ടികൾക്കുണ്ടല്ലോ, പൈസ കൊടുത്ത് വേണ്ട, ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് അതിനകത്ത് നോക്കി ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ അങ്ങനെ പഠിച്ചാലും അതൊരു നമ്മുടെ എഡ്യൂക്കേഷനോടൊപ്പം നമ്മൾ ആഡ് ഓൺ ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസം അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇതൊരു ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് പല കാര്യങ്ങളെയും കുറിച്ച് അറിഞ്ഞ് നമ്മൾ വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും അതൊരു എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി ആണ്. പ്രൊമോട്ട്സ് അണ്ടർസ്റ്റാൻഡിങ്. പലതും നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പ്രൊമോഷനും കൂടിയാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. റിസോഴ്സ് ഇഫക്റ്റീവ്. പല റിസോഴ്സസിനെയും അല്ലെങ്കിൽ അവിടെയുള്ള ഹോസ്പിറ്റൽസിലെ എല്ലാ റിസോഴ്സസിനെയും നമുക്ക് ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഓഡിറ്റിങ്ങിലൂടെ. എവിടെയെങ്കിലും ലേസിനെസ്, ഉഴപ്പായിട്ട് നിൽക്കുന്ന എംപ്ലോയീസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ
കണ്ടുപിടിക്കാൻ പറ്റുമല്ല. ഓഡിറ്റിംഗ് നടത്തിയാലേ പറ്റുള്ളൂ, അല്ലാതെ പറ്റുമൊന്നുമില്ല. ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് ഗണിച്ചൊന്നും നോക്കാൻ പറ്റില്ല. നമ്മളതൊക്കെ കറക്റ്റ് ആയിട്ട് പോയി വിലയിരുത്തുമ്പോൾ മാത്രമാണ് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ റിസോഴ്സ് ഒക്കെ നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. റേസ് സ്റ്റാൻഡേർഡ്സ്, തീർച്ചയായിട്ടും ഓഡിറ്റിംഗിലൂടെ വി ക്യാൻ റേസ് അവർ സ്റ്റാൻഡേർഡ്സ്. നമ്മൾ നേരത്തെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ച ആ സ്റ്റാൻഡേർഡിലേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ടെങ്കിൽ, ഓർഗനൈസേഷനിലെ എല്ലാ ഈച്ച് ആൻഡ് എവറി ഫാക്ടേഴ്സ്, എല്ലാ ഘടകങ്ങളും എത്തിയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റാൻഡേർഡ് നമുക്കൊന്നുകൂടി ഉയർത്താൻ പറ്റും. അത് ഓഡിറ്റിംഗിലൂടെ മാത്രമേ പറ്റുള്ളൂ. പ്രൊമോട്ട്സ് ചേഞ്ചസ്, വി ക്യാൻ ചേഞ്ച്, നമുക്ക് മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ പറ്റും. കാരണം മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. ഓഡിറ്റിംഗ് ആണ് അതിനുവേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെന്താ, സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. എന്താണ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നത്, ഇൻഫർമേഷൻസ് കിട്ടുന്നത് ഈ ഓഡിറ്റിങ്ങിലൂടെയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളുടെ റെക്കോർഡുകളും മറ്റൊക്കെ നോക്കുമ്പോഴാണ് നമുക്ക് ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ഒരു അസസ്മെന്റ് വിലയിരുത്താൻ പറ്റുള്ളൂ. അതൊരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അല്ലേ, അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. പിയർ ലെഡ് ആൻഡ് പിയർ അണ്ടർസ്റ്റാൻഡിങ്. എന്താ പിയർ ലെഡ് എന്ന് പറഞ്ഞാൽ? പിയർ ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടില്ലേ? പിയർ ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണ്. എന്തിനു വേണ്ടിയിട്ട്? എന്തെങ്കിലും ഒരു സോഷ്യൽ ആയിട്ടുള്ള, സാമൂഹ്യപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി 2-3 കുറച്ച് ആളുകൾ കൂടി 10-20 ആളുകൾ ചേർന്നിട്ട് നടത്തുന്ന ഒരു ഗ്രൂപ്പാണ്. സ്കൂളുകളിലൊക്കെ അങ്ങനത്തെ പിയർ ഗ്രൂപ്പ്, സ്റ്റുഡൻസിനെ വെച്ചിട്ടൊക്കെ പല ഗ്രൂപ്പുകളുണ്ട്. സോ ദേ ക്യാൻ ഷെയർ ദംസെൽസ്. അവരുടേതായ കാര്യങ്ങൾ മറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിൽ അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന, അവര് മൂലം സ്കൂളിലും അതിന്റെ പരിസരത്തും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ചെറിയ കൊച്ചുകുട്ടികളല്ലേ സ്കൂളിലൊക്കെ ഉള്ളത്. അപ്പൊ വലിയ ആഭ്യന്തര കാര്യത്തിനൊന്നും ഏറ്റെടുക്കാൻ പറ്റില്ല. ചെറിയ ചേഞ്ചസ് ഒക്കെ അവരെ ചുറ്റുവട്ടത്തുള്ള മേഖലകളിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന ചില കുട്ടികളൊക്കെ, NSS, NCC കുട്ടികളൊക്കെ നമ്മുടെ പ്രദേശങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട്, അവർ ക്യാമ്പ് ചെയ്യുമ്പോൾ അടുത്ത വീടുകൾ, ആ ക്യാമ്പ് ചെയ്യുന്നതിന്റെ ചുറ്റുവട്ടത്തുള്ള വീടുകളിലൊക്കെ എന്താ പറയാ, പച്ചക്കറികള് വിത്ത് കൊണ്ടുപോയി അവര് തന്നെ അത് പ്ലാൻ ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ. അപ്പൊ അതൊക്കെ ഒരു ഗ്രൂപ്പാണ്. അപ്പൊ സോ അവർ ആ ഗ്രൂപ്പ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? വെറുതെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് അവിടെ കൈകെട്ടി നോക്കിയിരിക്കാനല്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ തങ്ങളെ കൊണ്ട് പറ്റുന്നത് ആ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്താ പിയർ ലെഡ് അല്ലെങ്കിൽ പിയർ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ പിയർ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ചെറിയ ഗ്രൂപ്പുകളാക്കിയിട്ട്, അതായത് ഇതുപോലെ ഓഡിറ്റിംഗ് നമുക്ക് നടത്തുമ്പോൾ ഓരോ പ്രത്യേക ഗ്രൂപ്പുകളെ നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ പരസ്പരം അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, അതുപോലെ തന്നെ അവർക്ക് ഓരോ കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് ഒരു അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട്, റിസർച്ച്, ഏതെങ്കിലും ഒരു എന്താ പറയാ പർട്ടിക്കുലർ കാര്യങ്ങളുമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊളീഗ്സ് ഒക്കെ തമ്മിൽ, ജോലിക്കാരൊക്കെ പരസ്പരം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക, പഠിക്കുക. ചിലപ്പോൾ എനിക്കറിയില്ലാത്ത കാര്യം ആൾക്ക് വേറെ ആരിൽ നിന്നെങ്കിലും ഞാൻ പഠിക്കുക, എനിക്കറിവുള്ളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് പുതിയ കോൺസെപ്റ്റുകൾ അവരുടേതായ തലയിൽ ഉദിക്കുന്നതൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്ത് പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുക. അതും ഈ ക്ലിനിക്കൽ ഓഡിറ്റ് കൊണ്ട് പറ്റുമെന്നാണ്. പിയർ ലെഡ് ആൻഡ് പിയർ അണ്ടർസ്റ്റാൻഡിങ് സ്മോൾ ഗ്രൂപ്പ് ആണ്, ചെറിയ ഗ്രൂപ്പ്. ഒരു അപ്രോച്ച് ഓഫ് ലേണിംഗ് ആണ്, ഒരു തരം പഠന രീതി തന്നെയാണ്. അത് പരസ്പരം കൊളീഗ്സ് ഒക്കെ തമ്മിൽ, എംപ്ലോയീസ് ഒക്കെ പരസ്പരം ഗ്രൂപ്പായിട്ടൊക്കെ അവർക്ക് ഉണ്ടാകുന്ന പുതിയ കോൺസെപ്റ്റുകൾ ഷെയർ ചെയ്തൊക്കെ പഠിക്കുന്നതിലാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പിയർ ലെഡ് ആൻഡ് പിയർ അണ്ടർസ്റ്റാൻഡിങ്. ആൻഡ് ലാസ്റ്റ് വൺ ഇൻവോൾവ്സ് പേഷ്യൻസിനെ കൂടി ഉൾപ്പെടുത്തുന്ന ഓഡിറ്റിങ്ങുകളാണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് ക്ലിനിക്കൽ ഓഡിറ്റിനകത്ത് വരുന്നതാണ്. പേഷ്യൻസിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. കാരണം പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും അത്യാവശ്യം. അപ്പൊ അവർക്ക് ക്വാളിറ്റി കെയർ കിട്ടുന്നുണ്ടോ എന്ന് സർവീസിൽ നടത്തി കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് അല്ലേ? തീർച്ചയായിട്ടും അവരുടെ സാറ്റിസ്ഫാക്ഷൻ എത്ര കൂടുതൽ ഉണ്ടോ അതനുസരിച്ച് നമ്മുടെ ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിന് അതനുസരിച്ചുള്ള ഗുഡ് വിൽ ഉണ്ടായിരിക്കും. അതൊക്കെ അതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. അറ്റ് ദ സെയിം ടൈം അതുകൊണ്ട് ക്ലിനിക്കൽ ഓഡിറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഓഡിറ്റ് കൊണ്ടുള്ള ചില പ്രോബ്ലംസ് കൂടി അവിടെ പറയുന്നുണ്ട്. ലാക്ക് ഓഫ് ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മെഡിക്കൽ റെക്കോർഡുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓഡിറ്റിംഗ് നടത്തുന്നത് എന്നത് വളരെ ഏറ്റവും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. മെഡിക്കൽ റെക്കോർഡുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പല ഓഡിറ്റിംഗ്സ് നടത്തുന്നത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസസ് നമ്മൾ പ്രധാനമായിട്ടും പറയുമ്പോൾ ഹോസ്പിറ്റൽസ് പോലെയുള്ള വലിയ ഓർഗനൈസേഷൻസിലെ ഒരു ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡുകളുടെ അഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഓഡിറ്റിംഗ് നടക്കുന്നില്ല എന്നാ പറഞ്ഞു തന്നെ. മനസ്സിലായ? കൃത്യമായ രീതിയിൽ ഒരു വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റം ഇല്ലാന്ന്. അതുകൊണ്ട് ദർ ഈസ് ലാക്ക് ഓഫ് ഓഡിറ്റിംഗിലും അതനുസരിച്ച് അഭാവമുണ്ട്. എന്ന് വെച്ചാൽ പല രീതിയിലും നല്ല രീതിയിൽ ഓഡിറ്റിംഗ്സും നടക്കുന്നില്ല എന്നാണ്. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്, പുവർ ക്വാളിറ്റി മെയിൻ്റനൻസ്. കംപ്ലീറ്റുള്ള ഒരു റെക്കോർഡും ചിലപ്പോഴൊക്കെ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തും വെച്ചിട്ടുണ്ടാവില്ല.
അതും മറ്റൊരു കാരണമാണ്. പുവർ മെയിൻ്റനൻസ് ആണ്, പുവർ ക്വാളിറ്റി മെയിൻ്റനൻസ്. കൃത്യത, അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത റെക്കോർഡുകളൊക്കെ ആകുമ്പോൾ അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാത്ത റെക്കോർഡുകളും ഇൻകംപ്ലീറ്റ് റെക്കോർഡുകളും മെഡിക്കൽ ഓഡിറ്റിന് എന്താ പറയാ തടസ്സം നിൽക്കുന്ന മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. പ്രോബ്ലം ഫിയർ ഓഫ് ആക്ഷൻ ആൻഡ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ടു മെഡിക്കൽ സ്റ്റാഫ്. ഇനി മെഡിക്കൽ സ്റ്റാഫുകളെ എങ്ങനെയാണ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അവർക്കെതിരെയൊക്കെ ചിലപ്പോൾ ആക്ഷൻ എടുക്കാനൊക്കെ ഉള്ള പേടി. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗക്കാരും ഇവരെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തൊക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഓഡിറ്റിംഗിൽ അവരുടെയും ഹെൽപ്പ് വേണം. അപ്പൊ തീർച്ചയായിട്ടും ഇവരെയൊക്കെ സമീപിക്കുമ്പോൾ അവര് ഹൗ ദേ വിൽ റിയാക്ട്, തിരിച്ച് എംപ്ലോയീസ് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നൊക്കെ പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ പേടി അല്ലെങ്കിൽ അതിന്റെ അഭാവം, ഇതിന്റെ മോട്ടിവേഷൻ കിട്ടാത്തതിന്റെ അഭാവം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെഡിക്കൽ ഓഡിറ്റിങ്ങിന് തടസ്സം നിൽക്കുന്ന കാര്യമാണ്. ഇഗ്നോറൻസ് ഓഫ് വാല്യൂ ഓഫ് മെഡിക്കൽ ഓഡിറ്റ് ബൈ ഹോസ്പിറ്റൽ. ഇനി മെഡിക്കൽ ഓഡിറ്റിങ്ങിന്റെ അത്ര വലിയ ആവശ്യകത ഇല്ല എന്ന് പരിഗണിക്കാതെ ഹോസ്പിറ്റൽസ് സ്വയം വിചാരിക്കുകയാണ്, ഇത്തരം മെഡിക്കൽ ഓഡിറ്റിംഗ് ഒന്നും വലിയ കാര്യമായിട്ട് നടത്തേണ്ട ആവശ്യമില്ല. അതിന്റെ വാല്യൂ മനസ്സിലാക്കാത്ത ഹോസ്പിറ്റൽസ്, അതും മറ്റൊരു പ്രോബ്ലം ആണ്. ഹോസ്പിറ്റൽസിന് സ്വന്തമായിട്ട് മനസ്സിലാക്കുന്നില്ല. അവര് ചിന്തിക്കും വൈ ഓഡിറ്റ്, എന്തിനാ ഓഡിറ്റ് ചെയ്യപ്പെടണം അല്ലെ, അതിനൊരു വില കൽപ്പിക്കുന്നില്ല ഹോസ്പിറ്റൽസ്. അങ്ങനെയും മെഡിക്കൽ ഓഡിറ്റിംഗിന്റെ അത് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആണ്. സപ്രഷൻ ഓഫ് ഫാക്ട്സ്, റോങ് റിപ്പോർട്ടിംഗ്, ശരിയായ രീതിയിലുള്ള റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കുന്ന പല കാര്യങ്ങള്, അതുപോലെ ചില ഫാക്ട്, ചില വസ്തുതകള്, എന്താ പറയാ വാസ്തവങ്ങളെയൊക്കെ ഒളിച്ചു വെക്കുക, സപ്രസ് ചെയ്യുക, അടിച്ചമർത്തി വെക്കുക. വാസ്തവം എന്താണ്, സത്യം എന്താണ് എന്ന് പുറത്തു കൊണ്ടുവരാതെ അതൊക്കെ ഒളിച്ചു പാത്തൊക്കെ വെച്ച്, അതുപോലെ തന്നെ റോങ് ആയിട്ട് തെറ്റായ രീതിയിലുള്ള റിപ്പോർട്ട്സ് ഒക്കെ സമർപ്പിക്കുമ്പോഴും അതൊക്കെ ഓഡിറ്റിങ്ങിനെ കൃത്യമായിട്ട് ബാധിക്കും. അതൊക്കെ മോശം, ഓഡിറ്റിങ്ങിന്റെ ഒരു കൃത്യത ഉണ്ടാവില്ല അപ്പൊ അല്ലെ. കൃത്യമല്ലാത്ത ഫാക്ട്സും ഫിഗേഴ്സും ഒക്കെയാണ് കൊടുക്കുന്നത്. വസ്തുതകൾ അവര് ഒളിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് തെറ്റായ റിപ്പോർട്ടുകളൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഓഡിറ്റിങ്ങിലും അത് തന്നെ റിഫ്ലക്ട് ചെയ്യുള്ളൂ തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ മെഡിക്കൽ ഓഡിറ്റ് ഫേസ് ചെയ്യുന്ന ചില പ്രോബ്ലംസ് ആണ്. ഏതൊക്കെയാ? ലാക്ക് ഓഫ് ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്, ഇൻകംപ്ലീറ്റ് റെക്കോർഡ്, പുവർ മെഡിക്കൽ ക്വാളിറ്റി മെയിൻ്റനൻസ്, ഫിയർ ഓഫ് ആക്ഷൻ ആൻഡ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്, ഇഗ്നോറൻസ് ഓഫ് വാല്യൂ ഓഫ് മെഡിക്കൽ ഓഡിറ്റ് ബൈ ഹോസ്പിറ്റൽസ്. ഇഗ്നോറൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഹോസ്പിറ്റൽസ് സ്വയം മെഡിക്കൽ ഓഡിറ്റിന്റെ വാല്യൂ മനസ്സിലാക്കാതെ അല്ലെ അവഗണിക്കുന്നു, അതാണ്. ഇനി കണ്ടന്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ആണ് അടുത്തത് നമ്മൾ പഠിക്കാനുള്ളത്. ചിത്ര ഭാഗമാണ് കണ്ടന്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം, എന്റെ ഉള്ളടക്കമാണ് ഉദ്ദേശിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഏത് രീതിയിലാണ് നമ്മൾ ഈ മെഡിക്കൽ റിപ്പോർട്ട് ഓഡിറ്റിങ് തയ്യാറാക്കിയിരിക്കുന്നത്, അതായത് ഏതൊക്കെ ബാക്ക്ഗ്രൗണ്ടിന്റെ ബേസിലാണ്, ഏത് റെക്കോർഡുകൾ ബേസ് ചെയ്തിട്ടാണ്, എന്ത് ബാക്ക്ഗ്രൗണ്ടിലാണ് മെഡിക്കൽ ഓഡിറ്റിംഗ് തയ്യാറാക്കിയിരിക്കുന്നത്, അപ്പൊ അത് വേണം. പിന്നെ ലിറ്ററേച്ചർ റിവ്യൂ. ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിട്ടൺ സമ്മറിയാണ്, അനാലിസിസ് ഓഫ് എക്സിസ്റ്റിംഗ്, അതായത് അവർ നടത്തിയ റിസർച്ചുകൾ, പഠനങ്ങള്, ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു പഠനമൊക്കെ നടത്തി അതിനെ കുറിച്ച് ഒരു അനാലിസിസ് നടത്തിയിട്ടല്ലോ, വിലയിരുത്തൽ നടത്തിയിട്ട് അതിനെ കുറിച്ച് ഒരു സമ്മറി തയ്യാറാക്കുന്നതാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യം നടന്നു, അപ്പൊ അതിനെ കുറിച്ച് ഓഡിറ്റിംഗ് ചെയ്തു. ആ ഓഡിറ്റിംഗ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ചിട്ട് എന്ത് ചെയ്തു, അവരൊരു റിട്ടൺ ആയിട്ട് എഴുതി തയ്യാറാക്കി വെച്ചു, ഒരു സമ്മറി പോലെ, ഇന്ന കാര്യമാണ്. അതിന് കഴിഞ്ഞ ദിവസം ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഇപ്പൊ ഒരു മെഡിക്കൽ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു സ്പില്ലേജ് നടന്നു, അപ്പൊ ആ ഒരു സംഭവം അവിടെ പോയി നോക്കി അസസ് ചെയ്തു, അത് റിട്ടൺ ആയിട്ട് ഇങ്ങനെ ഒരു സമ്മറി പോലെ എഴുതി വെച്ചു. ഇന്ന സ്പില്ലേജ് ആണ്, ഇന്ന ടൈമിലാണ്, അത് ഇത്ര ഒരു ഏരിയയിലാണ് സ്പില്ലേജ് ഉണ്ടായത്, അതിന് അവര് അപ്പൊ തന്നെ എടുത്ത മെഷേഴ്സ് എന്തൊക്കെയാണ്, അതൊക്കെ ഒരു സമ്മറി പോലെ അനലൈസ് ചെയ്തിട്ടേ ആ റിസർച്ച് ഒക്കെ നടത്തിയിട്ട് അത് എഴുതി വെക്കുകയാണ് ആ ഒരു പ്രത്യേക ടോപ്പിക്കിനെ കുറിച്ച്. അതിനെയാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് വിളിക്കാത്ത. അതിന്റെ ബേസിസിലും അതൊക്കെ വേണം. അതെങ്ങനെയൊക്കെയാ ചെയ്തതെന്നുള്ളത് നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ വേണം. ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ്, എന്ത് മാനദണ്ഡമാണ്, എന്ത് സ്റ്റാൻഡേർഡ് ആണ് അവര് ഉണ്ടാക്കി വെച്ചത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്തൊക്കെ പ്രോട്ടോകോൾസ് ഉപയോഗിച്ചിട്ടുണ്ട്, അതൊക്കെ നിയമങ്ങളും മെത്തേഡുകളും ഒക്കെയാണ്, രീതികളൊക്കെയാണ് ഓഡിറ്റിന് വേണ്ടി അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഇനി ഓഡിറ്റിംഗിന്റെ റിസൾട്ട് എന്താണ്, അതും അതിനകത്ത് മെഡിക്കൽ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കണ്ടന്റ് ആയിട്ട് ഉൾപ്പെടുത്തണം. റെക്കമെൻഡേഷൻസ്, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ, ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ അതിനുള്ള റെക്കമെൻഡേഷൻസും ഓഡിറ്റിംഗിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ആൻഡ് ഓൾസോ റെക്കമെൻഡേഷൻസ് ഫോർ ഫർദർ ഓഡിറ്റ്, പിന്നീട് ഉണ്ടാകുന്ന ഇനി എന്തെങ്കിലും ഓഡിറ്റ് ഇനി അപ്പൊ തന്നെ അല്ലെങ്കിൽ ഇത് തന്നെ വീണ്ടും ഒന്നുകൂടി നിങ്ങൾ ഓഡിറ്റിംഗിന് വിധേയമാക്കണം, അതിനുള്ള റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ ഈ കണ്ടന്റിനകത്ത് ഉൾപ്പെടുത്തണം. അപ്പൊ ഓഡിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഓഡിറ്റിന്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ആ റിപ്പോർട്ടിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ഏത് ബാക്ക്ഗ്രൗണ്ട് ബേസ് ചെയ്തിട്ടാണ് ഓഡിറ്റിംഗ് നടത്തിയത്,
അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ സമ്മറൈസ് ചെയ്ത് എഴുതി വെച്ചേക്കണ ഒരു ലിറ്ററേച്ചർ റിവ്യൂ, ഏത് ക്രൈറ്റീരിയ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചിട്ടാണ് റിപ്പോർട്ട്സ് തയ്യാറാക്കിയത്, അതിനുപയോഗിച്ചിരിക്കുന്ന മെത്തേഡ്സും പ്രോട്ടോകോൾസും ഏതൊക്കെയാണ്, ഇനി ആ ഓഡിറ്റിംഗിന്റെ റിസൾട്ട് എന്താണ്, ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ, ആ ഓഡിറ്റിംഗിലൂടെ അവർ കണ്ടെത്തിയ കാര്യങ്ങളിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ, അത് റിപ്പോർട്ടിലുണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ ഫർദർ ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് വേണമെങ്കിൽ അതും ഇതൊന്നും കൂടി ഓഡിറ്റ് ചെയ്യണോട്ടാ. അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അല്ല പക്ക ഓക്കെ ക്ലിയർ ആണ്, വെരി ഗുഡ്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഓഡിറ്റിംഗ് ആണ് നടത്തിയേക്കുന്നത്, അപ്പൊ പിന്നെ വീണ്ടും അപ്പൊ തന്നെ ഒരു റീ ഓഡിറ്റിന്റെ വീണ്ടും ഒരു ഓഡിറ്റിന്റെ ആവശ്യമില്ല അപ്പൊ തന്നെ അല്ലെ. അപ്പൊ അത് ആ ഒരു അത്രയും ഭാഗം ക്ലിയർ ആണ്. അതല്ല എങ്കിൽ ഫർദർ ഓഡിറ്റ് ആവശ്യമുണ്ടെങ്കിൽ അത് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം. ആൻഡ് ദീസ് ആർ ദ കണ്ടന്റ്സ് ഓഫ് ആൻ ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പൊ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കണ്ടന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയോ? കണ്ടന്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ഒന്ന് അണ്ടർലൈൻ ടിക്കറ്റ് വെച്ചേക്കാം, അല്ലെങ്കിൽ NB എന്നിട്ട് വെച്ചേക്കാട്ടാ. മറ്റേതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. പ്രോബ്ലംസ്, അതുപോലെ തന്നെ അഡ്വാൻറ്റേജ്, അതുപോലെ തന്നെ റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഓഡിറ്റ്. ആ 3 കാര്യം നന്നായിട്ട് വായിച്ചു. അതൊക്കെ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെയാണ്. പക്ഷെ അത് നിങ്ങൾ ഇങ്ങനെ വൺ വേർഡ് പഠിക്കുന്നത് പോലെ പഠിക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മുടെ കംപ്ലീറ്റ് ചെയ്തു. ഇതിമിണ്ടാത്ത പോയാ എല്ലാവരും പോയിന്ന്. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് മാർക്ക് ചെയ്തത് ഒന്നും കൂടി പറയാം. കാരണം ഇത് അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയണം. ഒന്നാമത്തേല് നമ്മൾ ആ ഡെഫിനിഷനിൽ ഫസ്റ്റ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പാരഗ്രാഫിൽ ഓഡിറ്റ് എന്ന് പറഞ്ഞ് ആ ഒരു ബോൾഡായിട്ട് എഴുതിയിരിക്കുന്ന ആ പാരഗ്രാഫിനകത്ത് ആ സെന്റൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് വേ എന്ന് പറയുന്ന ആ ഒരൊറ്റ സെന്റൻസ് അവിടെ വരെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ? പിന്നെ ഒരു CPA ഞാനൊന്ന് എക്സ്പാൻഡഡ് ഫോം തന്നിട്ടുണ്ടായിരുന്നല്ലോ. CPA ഫുൾ ഫോം എന്തായിരുന്നു പറഞ്ഞത്? സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്. അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്തത് ഇന്റേണൽ എക്സ്റ്റേണൽ ഓഡിറ്റുകൾ. അതിന്റെയും ഒന്നാമത്തെ സെന്റൻസ് മാർക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇന്റേണൽ ഓഡിറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് എന്ന് തുടങ്ങി കൺട്രോൾസ് ആർ അഡക്വേറ്റ് എന്ന് പറയുന്ന ആ സെന്റൻസ് അത് ഇന്റേണൽ ഓഡിറ്റിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റേണൽ ഓഡിറ്റിൽ അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് സ്പെസിഫൈഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന ആ സെന്റൻസ് വരെ മാർക്ക് ചെയ്യാൻ പറഞ്ഞു എക്സ്റ്റേണൽ ഓഡിറ്റില്. ഓക്കെ, മെഡിക്കൽ ഓഡിറ്റില് ആദ്യത്തെ ആ ഒരു സെന്റൻസ് മാത്രം, മെഡിക്കൽ ഓഡിറ്റ് എന്ന് എടുക്കുന്ന ആ ഒരു ബുള്ളറ്റ് ഇട്ടേക്കണം ആ ഒരു സെന്റൻസ് മാത്രം. അതുപോലെ തന്നെ ക്ലിനിക്കൽ ഓഡിറ്റിലും ആ ബുള്ളറ്റ് ഇട്ടിരിക്കുന്ന സെന്റൻസ്, ഓർഗനൈസേഷണൽ ഓഡിറ്റിലും ആ ബുള്ളറ്റ് ഇട്ടിരിക്കുന്ന സെന്റൻസ്. 3 ക്ലിനിക്കൽ ഓഡിറ്റ്, മെഡിക്കൽ ഓഡിറ്റ്, ഓർഗനൈസേഷണൽ ഓഡിറ്റ്. ഇനി മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഓഡിറ്റ്. ഏതൊക്കെ രീതിയിലാണ് ഓഡിറ്റിംഗ് നടക്കുന്നത്? ഓഡിറ്റിംഗിന്റെ മെത്തേഡുകൾ ഒരു 6 പറഞ്ഞിരുന്നു. 6 മാർക്ക് ചെയ്തിട്ടുണ്ടാകും അല്ലേ? പിന്നെ ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ഓഡിറ്റിന്റെ ടൈപ്പ് ആണ് കൺകറന്റും റെട്രോസ്പെക്റ്റീവും. അത് 2 പർപ്പസ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അടുത്തത് നമ്മൾ മാർക്ക് ചെയ്യാൻ പറഞ്ഞത് പ്രീ റിക്വസിറ്റ് ഫോർ ക്ലിനിക്കൽ ഓഡിറ്റ്. ക്ലിനിക്കൽ ഓഡിറ്റിന് അത്യാവശ്യം വേണ്ട ചില വ്യവസ്ഥകൾ, ചില അടിസ്ഥാനപരമായ വ്യവസ്ഥയാണ് ആ പറഞ്ഞത് 2. ഒന്ന്, ഒരു നല്ല മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. മാത്രമല്ല ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റം ഉണ്ടായിരിക്കണം. മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ആ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് എന്തൊക്കെയാ പൊസിഷൻ വഹിക്കണേന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം എഴുതി വെച്ചു. എഴുതിയില്ല എല്ലാവരും? മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയിൽ ആരൊക്കെയാണ് അവര് വഹിക്കുന്ന പൊസിഷൻ എന്താണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, അത് 2 ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സ്റ്റേജസ് ആണ് നമ്മൾ പറഞ്ഞ ആ സ്റ്റേജസ്. 6 സ്റ്റേജസും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 6 സ്റ്റേജസ് എഴുതിയില്ലേ? ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ലാസ്റ്റത്തെ കണ്ടന്റ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ടാണ്. ഇത്രയല്ലേ മാർക്ക് ചെയ്തേ? ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും ഭാഗത്തുനിന്ന് ഉള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഇനി കുറച്ച് ഭാഗം കൂടി ഉള്ളൂ. ടീച്ചർ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗമുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ടീച്ചർ നാളെയും മറ്റന്നാളും ടീച്ചറിന്റെ ക്ലാസ് ഉണ്ട്. ആ സമയത്ത് തീർക്കുമെന്നാണ് തോന്നണേ. അതുപോലെ തന്നെ ടീച്ചറും ടീച്ചറുടെ ടോപ്പിക്കും തീർക്കും. കഴിയുമ്പോഴേക്കും ഏകദേശം നമ്മളുടെ എല്ലാ ടോപ്പിക്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ?
അല്ലേ? ഓക്കെ. പിന്നെന്താ? അപ്പൊ നമ്മൾ എടുത്ത എന്റെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയായിരുന്നു? എന്റെ ചാപ്റ്ററിന്റെ പേരൊക്കെ ഓർമ്മയുണ്ടോ? ഓരോ ടീച്ചേഴ്സും എടുത്ത ചാപ്റ്ററിന്റെ പേരുകളൊക്കെ ഓർമ്മയില്ലേ? ഏതൊക്കെ ചാപ്റ്ററാ ഞാൻ എടുത്തത് എന്ന് പറഞ്ഞേ കേക്കട്ടെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, മെഡിക്കൽ ഇൻഷുറൻസ് ആൻഡ് ഓഡിറ്റ്. എനിക്ക് 3 ചാപ്റ്റർ ഉണ്ടായിരുന്നുള്ളൂ. സമയം കുറവാണല്ലോ, അതുകൊണ്ട് 3 ചാപ്റ്ററേ ഉള്ളൂ. പിന്നെ അപ്പൊ 3 ചാപ്റ്റർ അവിടെ പോയി. ബാക്കി എത്ര ചാപ്റ്റർ ഉണ്ട്? 24 ചാപ്റ്റർ ഉണ്ട് കേട്ടാ. മൊത്തം 13 + 11 24 ചാപ്റ്റർ. എന്റെ 3 പോയി. ബാക്കി 21 ചാപ്റ്റർ ഉണ്ട്. ബാക്കി 21 ചാപ്റ്റർ ടീച്ചേഴ്സ് എടുത്തിട്ടുണ്ട്. ശ്രീരാ മിസ് എടുത്ത്, റീസ മിസ് എടുത്തിട്ടുണ്ട്, രമ്യ മിസ് കൂടിയൊക്കെയാണ് എടുത്തേക്കണേ. പിന്നെ നമ്മുടെ ശരണ്യ മിസ് എടുത്തിരിക്കുന്ന ഒരു ചാപ്റ്ററിന്റെ പകുതിയാണല്ലേ നിങ്ങൾക്ക് എടുക്കാനുള്ളത്. ഇപ്പൊ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ ബേസിക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അല്ലേ? ആ ചാപ്റ്റർ ആണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ ടീച്ചർ എവിടെയാണോ നിർത്തിയത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് നിന്ന് ടീച്ചർ ക്ലാസ് എടുക്കുള്ളൂ. ഓക്കെ, എവിടെയാണോ ശരണ്യ മിസ് നിർത്തി വെച്ചത് അവിടെ നിന്ന് തുടങ്ങിയായിരിക്കും പിന്നീട് എടുക്കുക കേട്ടാ. ഐ തിങ്ക് ഏതായിരുന്നു ഒരു ഇലക്ട്രോണിക് എന്തോ ഭാഗം തുടങ്ങിയാണ് അല്ലെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഇലക്ട്രോണിക് ഭാഗം തുടങ്ങി അങ്ങാണ്ടുമാണ് എടുക്കാനുള്ളത്. അപ്പൊ അവിടെ തുടങ്ങിയ ടീച്ചർ എടുക്കുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ തുടങ്ങിയ ടീച്ചർ എടുക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് അതിന് മുമ്പുള്ള ഭാഗം ഒന്ന് നന്നായിട്ട് വായിച്ച് അവിടെ വരെ എത്തിക്കുക. എന്നാലേ ടീച്ചർക്ക് ആ ഒരു ബാക്കി ഭാഗത്തേക്ക് കണ്ടിന്യൂ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളെ അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി ഇവിടെ വരെ എത്തിച്ചു കൊണ്ടുവരുമ്പോ അതിനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് നിങ്ങളത് ശരണ്യ മിസ് നന്നായിട്ട് അത് എടുത്ത് നിങ്ങൾക്ക് തന്നതാണ്. പിന്നെ ഇനി അവിടെ സംശയം വരേണ്ട ആവശ്യമില്ല. അത്രയും നന്നായിട്ട് ശരണ്യ മിസ് നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ബാക്കി ഭാഗത്ത് തുടങ്ങിയ ടീച്ചർ കണ്ടിന്യൂ ചെയ്യുള്ളൂ. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ച് വെച്ചിട്ട് വേണം ആ ക്ലാസ്സിലേക്ക് കയറാനായിട്ട്, ഈ സർവീസിന് ബാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടാ.